നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ. ദിസ് ഇസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ 2026 പ്രഡിക്ഷൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച്. അപ്പോൾ ന്യൂമറോളജിക്കൽ പ്രഡിക്ഷൻസാണ് നമ്മൾ നടത്തുന്നത്. അതായത് അസ്ട്രോളജിയും ന്യൂമറോളജിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രഡിക്ഷൻസ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ടു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ലക്കി നമ്പർ 1, 2, 3 ഈ 3 ലക്കി നമ്പർ വരുന്ന ആൾക്കാരുടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലക്കി നമ്പർ 4, 5, 6 4, 5, 6 ഈ ലക്കി നമ്പർ വരുന്ന ആൾക്കാരുടെ 2026 അവരുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലക്കി നമ്പർ 4 വരുന്ന ആൾക്കാരുടെ നോക്കാം. ലക്കി നമ്പർ 4 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസത്തിലെ 4-ാം തീയതി, 13-ാം തീയതി, 22-ാം തീയതി, 31-ാം തീയതി ഈ തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ എല്ലാവരുടെയും ലക്കി നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ ലക്കി നമ്പർ 4 ആയിട്ടുള്ള വ്യക്തികൾക്ക് സൂര്യനും അതുപോലെ തന്നെ 4 എന്ന് വെച്ചാൽ രാഹുവാണ്. അപ്പോൾ സൂര്യനും രാഹുവും തമ്മിൽ ന്യൂമറോളജിക്കലി നല്ല കണക്ഷനാണ്. അതുപോലെ തന്നെ അസ്ട്രോളജിക്കലിയും നല്ല കണക്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 4-ാം നമ്പർ, ലക്കി നമ്പർ 4 വരുന്ന വ്യക്തികൾക്ക് ഈ 2026 എന്ന് പറയുന്നത്, 2026 2 + 2 + 6 = 10, 0 നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, 1 അപ്പം 1ന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന 1, ഈ 4 എന്ന് പറയുന്ന ഈ 4നെ എക്സ്പാൻഡ് ചെയ്യുകയും ഈ 4-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട്, വളരെ ഈസി ആയിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഈ 2026 ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 2026 എന്ന് പറയുന്ന നമ്പറുകളെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇയറിൻ്റെ സംഖ്യ 1 എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഷോ ദി മെയിൽ ഡൊമിനേഷൻ. പുരുഷന്മാർക്കൊക്കെ ഒരു ആധിപത്യം, ഒരു മേധാവിത്വം കൂടുന്നൊരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ 2026 ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ പുരുഷന്മാർക്ക് ഡൊമിനേഷൻ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെ അടിച്ചമർത്തും എന്നല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പുരുഷന്മാർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുവാൻ സ്ത്രീകൾ തയ്യാറാവുകയും അവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്ന് വിചാരിക്കുകയും അവർക്ക് ഒപ്പം തന്നെ ആണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുകയും ചെയ്യും. അതാണ് 2026 പൊതുവെയുള്ള ഒരു ഫലമെന്ന് പറയുന്നത്. അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വലിയൊരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു വർഷമായിരിക്കും 2026. കൂടാതെ വേറൊരു കാര്യം കൂടെ, ഈ 2026 2 + 6. അപ്പോൾ 2 എന്ന് വെച്ചാൽ 3 അല്ലെങ്കിൽ ചന്ദ്രനെയാണ് കാണിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകൾ തമ്മിൽ 2026 ഉണ്ട്. സ്ത്രീകൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാകാനുള്ള സാധ്യത 2026 അപ്പോൾ അങ്ങനെ സ്ത്രീകൾ തമ്മിൽ അവരേതെങ്കിലും സംഘടനകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളാകാം, അങ്ങനെയൊക്കെയുള്ള സ്ത്രീ സംഘടനകളുണ്ടെങ്കിൽ അതിൽ തന്നെ ആണെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, അവർ പരസ്പരമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഏതെങ്കിലും പുരുഷന്മാരുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതാണ് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് 4-ാം നമ്പറിൽ ജനിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ലക്കി നമ്പർ 4 വരുന്ന 4, 13, 22, 31 ഇംഗ്ലീഷ് മാസത്തിലെ തീയതികളിൽ ജനിച്ചവർക്ക് പൊതുവേ അവരുടെ പൊതുവെയുള്ള ഈ നമ്പറിൽ ജനിച്ചവരുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ ഒരു സ്പിരിച്വൽ ലീഡേഴ്സ് ആകാം, അതും ആണെങ്കിൽ അവർ മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇരിക്കുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ അവരൊരു ബിസിനസ് ഓണേഴ്സ് ആകാം. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും പിന്നെന്താ പറയേണ്ടത്, ഈ ഗാർമെൻറ്റ്സ്, ഇലക്ട്രോണിക്സ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും ഈ ലക്കി നമ്പർ 4 വരുന്ന വ്യക്തികളാകാം. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ ആകാം. അതുപോലെ കൺസൾട്ടേഷൻ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ 4-ാം നമ്പർ വരുന്ന വ്യക്തികളായിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത്, അതായത് 2026 വർഷത്തിൻ്റെ നമ്പർ, ഈ ലക്കി നമ്പർ 4 വരുന്ന ആൾക്കാരെ വളരെയേറെ സ്വാധീനിക്കുന്നതുകൊണ്ട്, പോസിറ്റീവായി സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഈ 2026 ഈ 4-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പേരൻ്റൽ പ്രോപ്പർട്ടീസ്, അച്ഛനമ്മമാരും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസൊക്കെ
ആണെങ്കിൽ ഇവർക്ക് എഴുതി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെന്താ പറയുന്നത്, ഇപ്പം പിന്നെ അതുപോലെ ഈ ഒന്നെന്ന് പറയുന്നത് 4 നല്ല കണക്ഷൻസ് ആയതുകൊണ്ട് 2026 ഈ 4 നമ്പറുകാർക്ക് ആരെങ്കിലുമൊക്കെ എനിമീസ് ഉണ്ടെങ്കിൽ അവരൊക്കെ ആണെങ്കിൽ ഇവരുമായിട്ട് വളരെയേറെ സൗഹാർദ്ദപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 4 നമ്പറുകാർക്കാണെങ്കിൽ ഇൻഫ്ലോ ഓഫ് മണി, ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുക, നല്ല രീതിയിൽ ധനം അവരിലേക്ക് വന്നു ചേരുക, അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. 4 നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ എനർജിയെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 4 നമ്പറുകാർക്കാണ് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതുപോലെ ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുക, അതുപോലെ പിന്നെ എന്താ പറയേണ്ടത്, ഏതെങ്കിലും കോർട്ട് കേസോ വഴക്കുകളോ ഒക്കെ നേരത്തെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയം കൈവരിക്കുക. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക, അതുപോലെ വ്യത്യസ്തമായ പല മാർഗത്തിലൂടെ ധനം വന്നു ചേരുക. ഇതൊക്കെ ഈ ലക്കി നമ്പർ 4 വരുന്നവർക്ക് 2026 സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പം നമ്മൾ ന്യൂമറോളജിക്കലിയാണ് പറഞ്ഞത്. അതായത് ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് മാത്രം അറിയാവുന്ന വ്യക്തികളുടെ കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനിയും ചില വ്യക്തികൾക്ക് ഡേറ്റ് അല്ല, അവർക്ക് ജനിച്ച നാളും ജനിച്ച സമയവും ഒക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ അസ്ട്രോളജിക്കലി ഒന്ന് കണക്ട് ചെയ്ത് പറയാം. അപ്പം അങ്ങനെ ജനിച്ച നാളും സമയവും ഒക്കെ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ 4 നമ്പർ ലക്കി നമ്പർ 4 വരുന്നവർക്കാണെങ്കിൽ പൊതുവേ ഇപ്പം അവർക്ക് 4 നമ്പർ ആകുമ്പോഴത്തേനും അവർക്ക് എന്താ പറയുന്നത്, 4 നമ്പറുകാർക്ക് ശനിയുടെ പീരീഡാണ്. അതായത് അവർക്ക് ശനിദശയോ അല്ലെങ്കിൽ ശനിയുടെ പിന്നെ എന്താ പറയുകയാണെങ്കിൽ ശനിയുടെ മെയിനായിട്ടുള്ള ശനിദശയോ അതല്ലെങ്കിൽ അന്തർദശയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശനി എന്ന് പറയുന്നത് രാഹുവായിട്ട് വളരെ കണക്ഷനുള്ള ഗ്രഹമാണ്. അതായത് ശരിക്കും അസ്ട്രോളജിക്ക് പറയുകയാണെങ്കിൽ രാഹു എന്ന് പറയുന്നത് ശനിയുടെ നിർദ്ദേശപ്രകാരവും കേതു എന്ന് പറയുന്നത് ചൊവ്വയുടെ നിർദ്ദേശപ്രകാരവും പ്രവർത്തിക്കുന്ന 2 ഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ 4 നമ്പർ 4നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 നമ്പറുകാർ എന്ന് പറയുന്നതാണെങ്കിൽ ശനിയെയും കൂടി അവർ സ്വാധീനിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ 4 നമ്പറുകാർ അവർക്കിപ്പോൾ ശനിദശയുടെ പീരീഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകം അവർക്ക് കിട്ടും. ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റാർട്ട് ചെയ്യും 2026. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി കൺസൾട്ടൻസി ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കാണെങ്കിൽ അതിലൊക്കെ ഉന്നതമായിട്ടുള്ള വിജയം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മെറ്റൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഒരുപാട് ലാഭം അവർക്ക് ലഭിക്കും. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മിക്കവാറും ഈ 4 നമ്പറുകാർ സ്പിരിച്വലി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം കൺസൾട്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ വളരെ നെയിം ആൻഡ് ഫെയിം ഒക്കെ ഉണ്ടാകുകയും അവരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2026. അപ്പം ഈ ശനിയുടെ പീരീഡിൽ അതായത് 4 നമ്പറുകാർക്ക് ഇപ്പോൾ ശനിയുടെ മഹാദശയോ അന്തർദശയോ നടക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് സംഭവിക്കും. അതുപോലെ തന്നെ ഇനി 4 നമ്പറുകാർക്ക് ഇപ്പോൾ ആണെങ്കിൽ ശുക്രൻ്റെ പീരീഡ് ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവർക്കാണെങ്കിൽ ലവ് അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ നല്ല മാരേജ് അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ആണെങ്കിൽ ക്യാഷ്, ശുക്രൻ എന്ന് വെച്ചാൽ ആണെങ്കിൽ എല്ലാ മെറ്റീരിയൽ തിങ്സിൻ്റെയും അധിപനാണ് ശുക്രൻ. അതുകൊണ്ട് ഇഷ്ടംപോലെ അവരിലേക്ക് ധനം വന്നു ചേരുക, ഇങ്ങനെ അതുപോലെ നെയിം ഫെയിം ഇതെല്ലാം ഉണ്ടാകുക. ഇതൊക്കെ 4 നമ്പറുകാർക്ക് ഇപ്പം ശുക്രൻ്റെ അന്തർദശയോ മഹാദശയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സംഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 4 നമ്പറുകാർക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ പീരീഡോ അതല്ലെങ്കിൽ ബുധൻ്റെ പീരീഡോ ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെന്താ പറയേണ്ടത്, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടുന്നതായിരിക്കും. ജൂപ്പിറ്ററിൻ്റെയോ ബുധൻ്റെയോ പീരീഡിൽ ഉള്ള 4 നമ്പർ ലക്കി നമ്പർ 4 നമ്പറുമായിട്ടുള്ളവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ആൾക്കാർ അവരിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടും. അതുപോലെ തന്നെ ഇൻഫ്ലോ ഓഫ് മണി, ധാരാളം പൈസ അവരിലേക്ക് വന്നു ചേരും. ആൾക്കാരെല്ലാവരും അവരെ ബഹുമാനിക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ 4 നമ്പറിൽ പിന്നെ വ്യാഴത്തിൻ്റെയോ ബുധൻ്റെയോ പീരീഡിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അസ്ട്രോ ന്യൂമറോളജിക്കലി പറയുമ്പോഴുള്ള കാര്യങ്ങൾ. ആദ്യം പറഞ്ഞത് നമ്പർ മാത്രം അറിയാവുന്ന വ്യക്തികളുടെ ഫലമാണ്. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾക്ക് ജനിച്ച തീയതി അറിയാം, കൂടാതെ നിങ്ങൾക്ക് നാളും ജനിച്ച സമയമൊക്കെ അറിയാമെങ്കിൽ അവർക്കുള്ളതാണ് രണ്ടാമത് പറഞ്ഞ ഫലം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് 5-ാം നമ്പർ നോക്കാം. 5-ാം നമ്പർ എന്ന് പറയുന്നതാണെങ്കിൽ ലക്കി നമ്പർ 5ആയിട്ട് വരുന്നവർ 5-ാം തീയതി ഇംഗ്ലീഷ് മാസത്തിലെ 5-ാം തീയതി ജനിച്ചവർ, അതുപോലെ തന്നെ ആണെങ്കിൽ 14-ാം തീയതി ജനിച്ചവർ, 23-ാം തീയതി ജനിച്ചവർ, ഇവരൊക്കെ 5-ാം നമ്പറിൽ വരുന്ന ആൾക്കാരാണ്. 5 എന്ന് പറയുമ്പോഴത്തേന് ചുരുക്കി പറഞ്ഞാൽ 5 എന്നുള്ളൊരു സംഖ്യയ്ക്ക് പൊതുവേ ന്യൂമറോളജിക്കലി വലിയ ശത്രുക്കളായിരുന്നില്ല 5 എന്നുള്ള സംഖ്യയ്ക്ക്. 5 എന്ന് വെച്ചാലാണെങ്കിൽ സർവ്വതിൻ്റെ ആധിപത്യമാണ് 5-നുള്ളത്. ഒരു ന്യൂമറോളജിക്കലി നമ്മൾ പേരിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ 5 എന്നുള്ള നമ്പർ അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും.
അപ്പോൾ 5 എന്നുള്ള നമ്പറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. 5 എന്ന് വെച്ചാൽ ബുദ്ധിയാണ്, ബുധനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 5-ാം നമ്പറുകാർ എന്ന് പറയുന്നതാണെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും 5-ാം നമ്പറിൽ ജനിച്ച ഈ പറഞ്ഞ ലക്കി നമ്പറായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കും ധാരാളം പൈസ വന്ന് ചേരുന്ന ഒരു വർഷമായിരിക്കും 2026. അതുപോലെ തന്നെ പിന്നെ ഈ 5-ാം നമ്പറുകാരുടെ ശരിക്കും അവർക്ക് ലൈഫിൽ ഉയർച്ചയുള്ള ഫീൽഡെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ജോലികൾ, സയൻറ്റിസ്റ്റ്, ബിസിനസ് ഓണേഴ്സ്, അഡ്വക്കേറ്റ്, കൺസൾട്ടൻറ്റ്, പൊളിറ്റീഷ്യൻ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പല മേഖലകളിലും കഴിവ് തെളിയിക്കുന്ന വ്യക്തികളായിരിക്കും 5-ാം നമ്പറുകാർ. അപ്പോൾ 5-ാം നമ്പറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്ന വർഷം അവർക്ക് പുതിയ ഐഡിയാസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. സാമ്പത്തികം ധാരാളമായി ഉണ്ടാക്കാനുള്ള പുതിയ ഐഡിയാസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും 2026 5-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾ ഇംഗ്ലീഷ് മാസത്തിൽ. അതുപോലെ തന്നെ അവർക്ക് പുതിയൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടും. പുതിയൊരു തരത്തിലുള്ള ഒരു മാർഗം ഓപ്പണായി കിട്ടും പൈസ വരാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ആണെങ്കിൽ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ബിസിനസ്സൊക്കെ വമ്പിച്ച ലാഭത്തോടു കൂടി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ 5-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക്. അതുപോലെ അഡ്വക്കേറ്റ്, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻ ഇവരുടെയൊക്കെ ആണെങ്കിൽ ഡിഗ്നിറ്റി സമൂഹത്തിൽ ഉയരുന്നതായിരിക്കും ഈ 5-ാം നമ്പറിൽ ജനിച്ച വ്യക്തികളുടെ. അതുപോലെ അവർക്ക് അച്ഛൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഇവരിൽ നിന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും 2026. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ന്യൂമറോളജിക്കലി പറയുമ്പോൾ 5-ാം നമ്പറിനെ കുറിച്ചുള്ളത്. അതായത് 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി ജനിച്ച വ്യക്തികളിലെ. ഇനിയും ഈ ന്യൂമറോളജിക്കലി എന്ന് പറയുമ്പോൾ ഇതിന് അസ്ട്രോളജി കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് അതായത് ജനിച്ച തീയതി മാത്രമല്ല ജനിച്ച നാളും സമയവും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ താഴെ പറയുന്ന രീതിയിലുള്ള ഫലങ്ങളും കൂടെ അവർക്ക് അഡീഷണലായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് 5-ാം നമ്പർ കാർക്ക് സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, വ്യാഴം ഇതിൻ്റെയൊക്കെ മഹാദശയിലൂടെയോ അന്തർദശയിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന 5-ാം നമ്പറുകാർ, അതായത് 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി ജനിച്ച വ്യക്തികൾ ഈ ഫീൽഡിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും അവർക്ക് വന്നു ചേരും. ഇപ്പം 5-ാം നമ്പറുകാരനെ ഇപ്പം സൂര്യൻ്റെ ഫീൽഡിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിന് ജോലിയില്ലാത്ത കുട്ടികളൊക്കെ ഫാദറിന് ജോലിയില്ലെങ്കിൽ അച്ഛന് ജോലി കിട്ടുക, അച്ഛന് പേരും പ്രശസ്തിയും വന്നു ചേരുക, അവർക്ക് തന്നെ ജോലി കിട്ടുക, അവർക്ക് ജോലിയിലൂടെ നല്ല വരുമാനം വന്നു ചേരുക. അതുപോലെ തന്നെ ആണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പേരൻ്റ് പ്രോപ്പർട്ടീസൊക്കെ അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ പിന്നെ നല്ല സ്ത്രീ സുഹൃത്തുക്കളെ കിട്ടുക. അതുപോലെ സ്ത്രീകളാണെങ്കിൽ നല്ല പുരുഷ സുഹൃത്തുക്കളെ കിട്ടുക. അതുപോലെ തന്നെ ആണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വളരെ കോപ്പറേറ്റീവായിട്ട് പോവുക. ഈ 5-ാം നമ്പറുകാർക്ക് ഇപ്പോൾ സൂര്യൻ്റെ മഹാദശയോ അന്തർദശയോ ആണെങ്കിൽ. അതുപോലെ തന്നെ 5-ാം നമ്പറുകാർക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഫീൽഡിലൂടെയാണ് അവർ 5-ാം നമ്പറുകാർ മഹാദശയിലോ അന്തർദശയിലൂടെയാണ് വ്യാഴത്തിൻ്റെ ഫീൽഡിലാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഗുരുവിനെ ലഭിക്കും. അതായത് നല്ല ടീച്ചർ, സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്നതാണെങ്കിൽ അവർക്ക് വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വളരെ സ്നേഹനിധിയായിട്ടുള്ള അധ്യാപകർ ലഭിക്കും. അതുപോലെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഗുരുവിനെ ലഭിക്കും. ആ ഒരു സദ്ഗുരുവിനെ തന്നെ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഈ 5-ാം നമ്പറുകാർ വ്യാഴത്തിൻ്റെ മഹാദശയിലോ അന്തർദശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ അവർക്ക് സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുക, നല്ല ബഹുമതി ലഭിക്കുക, അങ്ങനെ തുടങ്ങി. അതുപോലെ ക്യാഷ് അവരിലേക്ക് വന്നു ചേരുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ ഭാവങ്ങളിൽ നിന്നും അവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളും അനുകൂലങ്ങളുമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 5-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക് ഇപ്പം ശുക്രദശയോ ബുധൻ്റെ ദശയോ ആണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ധാരാളം ധനം വന്നു ചേരും, പേരും പ്രശസ്തിയും ഉണ്ടാകും. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിന് നല്ല ലാഭം ലഭിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ആരെങ്കിലും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇമ്മീഡിയറ്റ്ലി. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും 5-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾ ഇപ്പോൾ ശുക്രദശയോ ബുധൻ്റെ ദശയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ബുധദശയോ ശുക്രദശയോ മഹാദശയോ അന്തർദശയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സമൂഹത്തിൽ അന്തസ്സ് വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ അവർക്ക് ലഭിക്കും. ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർക്ക് നല്ല തരത്തിലുള്ള പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും അവരിലേക്ക് വന്നു ചേരുന്നത്.
അതുപോലെ തന്നെ 5-ാം നമ്പറിൽ ലക്കി നമ്പർ 5ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇപ്പം ശനിദശയാണ്, ഇപ്പം ശനിയുടെ മഹാദശയോ അന്തർദശയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേരൻ്റ് പ്രോപ്പർട്ടീസ് അവർക്ക് കിട്ടും. കാരണം ശനി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, വസ്തുക്കൾ ഇതിനൊക്കെ കാണിക്കുന്നത്. അപ്പം പേരൻ്റ് പ്രോപ്പർട്ടീസ് കിട്ടുക. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വമ്പിച്ച ലാഭം ഉണ്ടാക്കുക. അതുപോലെ സ്പിരിച്വലായിട്ടൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവരും അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക. അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ വ്യത്യസ്തമായ പല മാർഗ്ഗങ്ങളിലൂടെ അവർക്ക് ധനം കിട്ടുവാനുള്ള മാർഗ്ഗങ്ങൾ ഓപ്പണായി കിട്ടുക. പിന്നെ അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ 5-ാം നമ്പറിൽ ലക്കി നമ്പർ 5ആയി വരുന്നവർക്ക് ശനിദശയാണെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരും. ഇതാണ് 5-ാം നമ്പറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. 5-ാം നമ്പറിൻ്റെ, അതായത് 5-ാം നമ്പറിൽ ജനിച്ച ലക്കി നമ്പർ 5ആയി വരുന്നവർക്ക് വ്യാഴദശയോ ശുക്രദശയോ ബുധദശയോ ശനിദശയോ അതുമല്ലെങ്കിൽ സൂര്യൻ്റെ പീരീഡോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റിയും അവർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് 4-5 തീയതിയിൽ ജനിച്ച വ്യക്തികളുടെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 6-ാം നമ്പറാണ്. 6 എന്ന് പറയുമ്പോൾ 6 ആണ്. 6നെ നമ്മൾ ശുക്രൻ ആയിട്ടാണ് കണക്കാക്കുന്നത്, വീനസ്. അപ്പം ഇംഗ്ലീഷ് മാസത്തിലെ 6-ാം തീയതി ജനിച്ച വ്യക്തികൾ, ഇംഗ്ലീഷ് മാസത്തിലെ 15-ാം തീയതി ജനിച്ച വ്യക്തികൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാസത്തിലെ 24-ാം തീയതി ജനിച്ച വ്യക്തികൾ, ഇവരുടെയൊക്കെ ലക്കി നമ്പർ 6 ആയിരിക്കും. അപ്പം 6 എന്ന് പറയുന്നത് ശരിക്കും 2026 എന്ന് പറയുന്ന വർഷം സൂര്യൻ്റെ ആധിപത്യമുള്ള വർഷമായതുകൊണ്ടും സൂര്യൻ്റെ എനർജി കൂടുതലായിട്ട് കിട്ടുന്നൊരു വർഷമായതുകൊണ്ടും ഈ ശുക്രനും സൂര്യനും തമ്മിലാണെങ്കിൽ ശത്രുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ന്യൂമറോളജിക്കലും ശത്രുക്കളാണ്, അസ്ട്രോളജി പറഞ്ഞാലും ശുക്രനും സൂര്യനും തമ്മിൽ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഈ 6-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾ, 15-ാം തീയതി ജനിച്ച വ്യക്തികൾ ഇംഗ്ലീഷ് മാസത്തിലെ, അതുപോലെ ഇംഗ്ലീഷ് മാസത്തിൽ 24-ാം തീയതി ജനിച്ച വ്യക്തികൾ, ഇവർക്കൊക്കെ 2026 എന്ന് പറയുന്നതാണെങ്കിൽ അത്ര ശുഭപ്രദമായിട്ടുള്ള, അത്ര ഫലപ്രദമായിട്ടുള്ള വർഷമായിരിക്കത്തില്ല. അത് അവർക്കാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ജോബ് അവർക്കുണ്ടെങ്കിൽ ആ ജോബ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കാം. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കുക. അതുപോലെ അവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ അവർ ആഗ്രഹിച്ചത്ര ഒരു ലാഭമൊന്നും കിട്ടത്തില്ല ഈ ലക്കി നമ്പർ 6ആയിട്ടുള്ളവർക്ക്. അതുപോലെ ജോബിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊമോഷനൊക്കെ ഒന്ന് ഡിലേ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ വിവാഹം ഒക്കെ ആലോചിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും ഒരു വർഷത്തേക്ക്. കാരണം ആ വിവാഹം നടന്നാലും എത്രത്തോളം അത് ഫലപ്രദമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രണയബന്ധങ്ങളിലോ മറ്റു കാര്യത്തിലൊക്കെ അകപ്പെട്ട വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങ് ഇൻവോൾവ് ആകാതെ ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ 2026. കാരണം സൂര്യൻ്റെ എനർജിയാണ്. പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ എന്താ പറയുന്നത്, ഏതെങ്കിലുമൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഓഫർ ലെറ്ററൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് അതിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ആണെങ്കിൽ ഫൈനൽ മൊമെൻറ്റിൽ ആ ജോബ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ ഒരു കാര്യമായിരിക്കും. ഈ 6-ാം നമ്പറുകാർക്ക് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ 2026 അല്പം മോശമായിട്ടുള്ള സമയം തന്നെ ആയിരിക്കും. അതുകൊണ്ട് കെയർഫുള്ളായിട്ടിരിക്കുക. ഇനി 6-ാം നമ്പറുകാർക്ക് പിന്നെ എന്താ പറയുന്നത്, വ്യാഴത്തിൻ്റെയോ പിന്നെ ബുധൻ്റെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അതോ ഇനി ചന്ദ്രൻ്റെയോ മഹാദശയിലൂടെയോ അന്തർദശയിലൂടെയോ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ന്യൂമറോളജിക്ക് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ട. ഈ ദശകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ബാധകമല്ല. തീർച്ചയായിട്ടും അവർക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതിയും കാര്യങ്ങളുണ്ടാകും. ജോബ് ഇല്ലാത്തവർക്ക് ജോബ് കിട്ടുക, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. അതുപോലെ തന്നെ ആണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ലാഭം ഉണ്ടാകുക. അതുപോലെ വിവാഹം ആലോചിക്കുന്ന വിവാഹം നടക്കുക. അതുപോലെ തന്നെ ആണെങ്കിൽ എന്താ പറയേണ്ടതാണെങ്കിൽ പിന്നെ സോഷ്യൽ വർക്കേഴ്സിനൊക്കെ ആണെങ്കിൽ റെസ്പെക്റ്റ് ലഭിക്കുക. രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ നല്ല രീതിയിൽ ബഹുമാനം സമൂഹത്തിൽ നിന്ന് കിട്ടുക. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ മേഖലകളിൽ നിന്നും അവർക്ക് എല്ലാ തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരും. ഞാൻ ഈ പറഞ്ഞ 6, 15, 24 ഇംഗ്ലീഷ് മാസത്തിലെ തീയതിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെയോ ബുധൻ്റെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ചന്ദ്രൻ്റെയോ മഹാദശയോ അന്തർദശയോ നടക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തികൾക്ക് അവരുടെ ജാതകം, അതായത് അവരുടെ ജനിച്ച നാളും സമയവും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതറിയാൻ പറ്റത്തുള്ളൂ. അതല്ല, ഇതൊന്നും അറിയാൻ വയ്യാത്ത വ്യക്തികളാണെങ്കിൽ ആദ്യം പറഞ്ഞ ന്യൂമറോളജിക്കലി പറഞ്ഞ കാര്യമായിരിക്കും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആണെങ്കിൽ ആദ്യം ന്യൂമറോളജിക്കലി പറഞ്ഞ 6-ാം നമ്പറുകാരുടെ കാര്യം പൊതുവെ അല്പം നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അതായിരിക്കും അവർക്ക് സംഭവിക്കുന്നത്. അതിൽ വ്യക്തമായി
അവരുടെ ജാതകം അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ ബുധൻ്റെയോ വ്യാഴത്തിൻ്റെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ചന്ദ്രൻ്റെയോ ദശയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ലതായിട്ടായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതാണ് ന്യൂമറോളജിക്കലി ന്യൂമറോളജിക്കലി 2026 നമ്പർ 4, 5, 6 ലക്കി നമ്പറായിട്ട് വരുന്ന വ്യക്തികളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.